ഹലോ. അപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്നത് പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ജിമെയിലിന്റെ പാസ്വേഡ് എന്ത് ചെയ്യുക ചേഞ്ച് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഇതിന്റെ ആവശ്യം വരിക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോൺ ഇൻ കേസ് നമുക്ക് നഷ്ടപ്പെട്ടു, നമ്മൾ ഡാറ്റാസ് എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് ജിമെയിലും പാസ്വേഡ് വേണം. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ജിമെയിലിന്റെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ നമ്മൾ ജിമെയിൽ സേവ് ചെയ്ത് വെക്കണം, അത് വേറെ വിഷയം. അപ്പോൾ ഇൻ കേസ് ചെയ്ത് വെച്ചാൽ ഇൻ കേസ് നമ്മൾ ജിമെയിലും പാസ്വേഡ് ഒക്കെ നമുക്ക് അറിയണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് വേറെ ഫോണിൽ ലോഗിൻ ചെയ്തിട്ട് നമ്മൾ ഡാറ്റാസ് കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. നിങ്ങൾക്ക് നമ്മൾ ഫോൺ വെള്ളത്തിൽ പോയി എന്തെങ്കിലും പ്രശ്നം കൊണ്ടൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് ഡാറ്റ എടുക്കലും പ്രശ്നം വരില്ല, ആ ടെൻഷൻ നമുക്ക് ഒഴിവാക്കാം. സിമ്പിൾ ആയിട്ട് നമുക്ക് ഒന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റും. പക്ഷെ ആൾക്കാർ ഇത് ചെയ്യില്ല. എല്ലാവർക്കും ജിമെയിലിട്ട് അറിയാം, ജിമെയിലിട്ട് അറിഞ്ഞാലും ഒരു പക്ഷെ നമുക്ക് പാസ്വേഡ് അറിയില്ല, നമുക്കൊരു വിധത്തിൽ നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷെ എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. ചില കാര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, പാസ്വേഡ് തന്നെ വേണം. അപ്പൊ എന്ത് ചെയ്യാം, ജസ്റ്റ് ഈ മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങൾ പാസ്വേഡ് ചേഞ്ച് ചെയ്തെടുക്കുക. സിമ്പിൾ പാസ്വേഡ് ഉപയോഗിക്കുക, എന്നാലും മറ്റുള്ളവർക്ക് അത് കിട്ടാനും പാടില്ല. ആ രീതിയിലാണ് പാസ്വേഡ് സെറ്റ് ചെയ്യാൻ. ഓക്കെ, അപ്പൊ ജസ്റ്റ് നിങ്ങൾ ചെയ്യുന്ന പോലെ നിങ്ങൾ ചെയ്ത് നോക്ക്. ഈ വീഡിയോ ആർക്കെങ്കിലും ഉപകാരപ്പെടാൻ പല മെത്തേഡുണ്ട്. എനിക്കറിയുന്ന ഒരു മെത്തേഡ് തന്നെ പറഞ്ഞ്, വേറെ മെത്തേഡുകളൊക്കെ ഇത് സിമ്പിൾ മെത്തേഡാണ്. ഓക്കെ, നിങ്ങൾ ചെയ്ത് നോക്ക്. അല്ലെങ്കിൽ ഈ വീഡിയോ ആർക്കെങ്കിലും ഉപകാരപ്പെടാൻ നിങ്ങൾ ഷെയർ ചെയ്തോ. സിമ്പിൾ മെത്തേഡാണ്. എന്തെങ്കിലും കൺഫ്യൂഷൻ വരികയാണെങ്കിൽ കമന്റിൽ ചോദിച്ചോ, വേണമെങ്കിൽ എന്തെങ്കിലും ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അറിയാത്തവർക്കും വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അറിയുന്നവരുണ്ടെങ്കിൽ വെറുതെ അടി കമന്റ് ഇട്ട് അലമ്പാക്കാൻ നിൽക്കണ്ട. ഓക്കെ, നേരെ വിട്ടോ, അടുത്ത വീഡിയോ ഉണ്ടോ. ഓക്കെ, ഇത് എങ്ങനെ നോക്കാം. ഓക്കെ, ആദ്യമായിട്ട് എന്ത് ചെയ്യാം, നമ്മളെന്ത് ചെയ്യുക, നമ്മളെ ജിമെയിൽ എന്ത് ചെയ്യുക, ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ജിമെയിൽ തുറക്കാം. അപ്പോൾ നിലവിൽ എനിക്കൊരു 2 ജിമെയിൽ ഉണ്ട്. അപ്പോൾ ഒന്നിൻ്റെ പാസ്വേഡ് എനിക്ക് അറിയില്ല. ഓക്കെ, പിന്നെ അത് വീഡിയോ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. ഇപ്പം എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ താഴെ കാണാം ഒരു ജി പറഞ്ഞൊരു ജിമെയിൽ. ഓക്കെ, നമുക്ക് ഏത് ജിമെയിൽ വേണ്ടി അതെന്തെങ്കിലും പ്രസ് ചെയ്യണം. അപ്പോൾ എനിക്ക് ഇതിൻ്റെ പാസ്വേഡാണ് അറിയാത്തത്. അപ്പോൾ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യാം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും, വീണ്ടും ബാക്ക് പോയിട്ട് എന്ത് ചെയ്യാം, ഇവിടെ കാണാം മാനേജ് യുവർ അക്കൗണ്ട് എന്ന ഓപ്ഷൻ. ഇതിലെന്ത് ചെയ്യാം, ക്ലിക്ക് ചെയ്യാം. ഇത് ക്ലിക്ക് ചെയ്തിട്ട് കുറേ ഓപ്ഷനുകൾ ഉണ്ടാവും. ഇതിൽ കുറേ ഓപ്ഷൻ ഉണ്ട്. ഈ പേഴ്സണൽ ഇൻഫോ, ഡാറ്റ പ്രൈവസിയോട്, കുറേ സെക്യൂരിറ്റിയോട് കുറേ ഓപ്ഷനുകളുണ്ട്. അപ്പോൾ ഒന്നും ഞാൻ പറയുന്നില്ല, നമുക്ക് വേണ്ട ആവശ്യം മാത്രം പറയണം. ഓക്കെ, നേരെ എന്ത് ചെയ്യാം, സെക്യൂരിറ്റി എന്ന ഓപ്ഷനിൽ പോവാം. ഇവിടെ എന്ത് ചെയ്യാം, നമുക്ക് താഴെ എന്ത് ചെയ്യാം, പാസ്വേഡ് എന്ന ഓപ്ഷൻ കാണിക്കാം. അത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഞാൻ എൻ്റെ ഫോണിൻ്റെ പിൻകോഡ് അടിച്ചു കൊടുക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് നിലവിൽ ഇമെയിലിൻ്റെ പാസ്വേഡ് അറിയില്ല, അല്ലെങ്കിൽ കൺഫ്യൂഷൻ, അങ്ങനത്തെ ആൾക്കാർക്ക് എന്ത് ചെയ്യുക, ഇത് ഉപയോഗിക്കാം. കണ്ടോ, ഇവിടെ നമുക്ക് നേരെ എന്ത് ചെയ്യാം, നമ്മൾ പാസ്വേഡ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, കാരണം അവിടെ ന്യൂ പാസ്വേഡ് എന്നൊക്കെ പറഞ്ഞാൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് എന്ത് ചെയ്യുക, നമുക്ക് വേണ്ട പാസ്വേഡ് ഒന്ന് അടിച്ചു കൊടുക്കുക. ഞാൻ സിമ്പിൾ പാസ്വേഡ് അടിച്ചു കൊടുക്കാൻ നിൽക്കാനും. ഇപ്പം നിങ്ങൾ ഈ പാസ്വേഡിൻ്റെ കാര്യം പറഞ്ഞാൽ സിമ്പിൾ ആയിരിക്കണം, എന്നാൽ കുറച്ച് എന്ത് ചെയ്യുക, സ്ട്രോങ് ആവും വേണം. അതായത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഉണ്ടാക്കണമായിരിക്കും ബെറ്റർ. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, ഇൻ കേസ് നിങ്ങളുടെ ഫോൺ കംപ്ലൈൻറ്റ് ആയാലോ നമുക്ക് എന്ത് ചെയ്യുക, ജിമെയിൽ ഐ ഡി ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഡാറ്റാസ് ഒക്കെ എടുക്കാൻ പറ്റും. അത് സേവ് ചെയ്യണം. ഓക്കെ, സേവ് ഇട്ട് എന്ത് ചെയ്യുക, പാസ്വേഡ് എന്ത് ചെയ്യുക, ന്യൂ പാസ്വേഡ് അടിച്ചു, കൺഫേം ചെയ്യാൻ എന്ത് ചെയ്യുക, സെയിം പാസ്വേഡ് താഴെ അടിച്ചു, ചേഞ്ച് പാസ്വേഡ് അടിച്ചിട്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട് നമുക്ക് നോക്കട്ടെ. പിന്നെ ജസ്റ്റ് നമ്മൾ സെക്യൂരിറ്റി കുറവാണ്, ജസ്റ്റ് ഞാൻ മാറ്റി കൊടുക്കുകയാണ്. ഓക്കെ, ഇത്ര പരിപാടിയുള്ളൂ ഈ പാസ്വേഡ് ചേഞ്ച് ചെയ്യാൻ. ഓക്കെ, സിമ്പിൾ മെത്തേഡാണ്. അപ്പോൾ ഈ മെത്തേഡ് വെച്ച് നമുക്ക് പാസ്വേഡ് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ആവശ്യം നമുക്ക് എപ്പോഴാണ് വരിക എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒന്നെങ്കിൽ ഫോൺ മാറ്റുക, അല്ലെങ്കിൽ ഫോൺ തറയിൽ വീണം, അപ്പോൾ നമ്മൾ ഡാറ്റാസ് ഒക്കെ എടുക്കണമെങ്കിൽ എന്ത് ചെയ്യുക, അപ്പോൾ ഇതിൻ്റെ ആവശ്യം വരും. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക, നിങ്ങൾ ജിമെയിലായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഈ ഡാറ്റ ഒക്കെ സിങ്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇൻ കേസ് നിങ്ങൾ ഫോൺ പോയാലും നിങ്ങൾക്ക് ഒരു ടെൻഷൻ ഉണ്ടാവില്ല, ഡാറ്റിൻ്റെ കാര്യത്തിൽ എന്ത് ചെയ്യുക, ടെൻഷൻ ഉണ്ടാവില്ല. നേരെ എന്ത് ചെയ്യുക, നമുക്ക് ബാക്കപ്പ് എന്ത് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ചെറിയ കാര്യത്തിനാണ് ചില ആൾക്കാർ പുതിയ ഫോൺ എടുക്കുമ്പോൾ ടെൻഷൻ ഉള്ള കാര്യമാണ്. അല്ലെങ്കിൽ ഫോൺ വെള്ളത്ത് മുമ്പിൽ ഡാറ്റ ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ജിമെയിൽ അറിയാം ചില ആൾക്കാർ, അധികം ആൾക്കാർക്കും. പക്ഷെ ഒറ്റ പാസ്വേഡ് അറിയില്ല. ജിമെയിൽ പാസ്വേഡ് അറിയില്ലെങ്കിൽ ഒരു വിധത്തിൽ നമുക്ക് എടുക്കാൻ പറ്റും. ചില കേസുകളിലൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് പാസ്വേഡ് ഇല്ലാതെ നടക്കത്തുമില്ല. അപ്പം നിങ്ങൾ ഡാറ്റയാണ്, പ്രത്യേകിച്ച് ഒരാളുടെ ഫുൾ ഡാറ്റ അധികം ആൾക്കാർ ഡാറ്റ വരുന്നത് മൊബൈൽ ഫോണിലാണ്. ഈ സിമ്പിൾ മെത്തേഡിൽ ഇങ്ങനെ പാസ്വേഡ് ചേഞ്ച് ചെയ്തെടുക്കുക, നോർമൽ പാസ്വേഡ് ഇട്ട് വെക്കുക. അത്യാവശ്യം സിമ്പിൾ പാസ്വേഡ് ആവണം വേണം, എന്നാൽ മറ്റുള്ളവർക്ക് അത് കിട്ടാനും പാടില്ല. ആ രീതിയിൽ എന്ത് ചെയ്യുക, നല്ലൊരു പാസ്വേഡ് എന്ത് ചെയ്യുക, ചേഞ്ച് ചെയ്ത് വെക്കുക. ഓക്കെ, എല്ലാം ട്രൈ ചെയ്ത് നോക്കി. ഈ വീഡിയോ ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്തോ. ഓക്കെ.